ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ ഹിന്ദി ചിത്രമായ ദേവയിലേക്കാണ്. അപ്പോൾ ദേവ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മലയാളിയായ റോഷൻ ആൻഡ്രൂസ് ആണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഹിന്ദി ചിത്രമാണ്. ചിത്രത്തിലെ നായകനായി വരുന്നത് ഷാഹിദ് കപൂറാണ്. നായികയായി പൂജ ഹെഗ്ഡെയാണ് വരുന്നത്. അപ്പോൾ ഈ സിനിമ റിലീസാവുന്നതിന് മുമ്പ് വലിയ ഒരു എക്സ്പെക്റ്റേഷൻ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് ഒരു ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം ഷാഹിദ് കപൂറിൻ്റെ ഒരു വൈൽഡ് പെർഫോമൻസ്, റോഷൻ ആൻഡ്രൂസിൻ്റെ ഒരു ടെക്നിക്കൽ മേക്കിംഗ്, ഇതൊക്കെ തന്നെയായിരുന്നു സിനിമയുടെ ഒരു ഹൈപ്പ് ഇൻക്രീസ് ചെയ്യാനുള്ള മെയിൻ റീസൺ. പിന്നെ അത് കൂടാതെ ഏതോ ഒരു പിന്നെ ന്യൂസ് കോൺഫറൻസിൽ മറ്റോ ഷാഹിദ് കപൂർ പറയുകയുണ്ടായി, ഇത് നമ്മൾ ഡയറക്ടർ മലയാളിയാണ്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ടെന്തോ പറയുകയുണ്ടായി. അപ്പോൾ എല്ലാം കൊണ്ട് വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്ന ഒരു പടമാണ് ദേവ. ഇനി ഈ സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരിക്കലും ഇത് മുംബൈ പോലീസിൻ്റെ റീമേക്കാണ് എന്നുള്ള മുൻധാരണയോടുകൂടി ഈ സിനിമ കാണാൻ പോയതല്ല. ഇതൊരു ഹിന്ദി സിനിമ, ഇവരുടെ ക്രൂ ഞാനീ പറഞ്ഞ സെയിം റീസൺസ്, ഷാഹിദ് കപൂർ, റോഷൻ ആൻഡ്രൂസ് എന്നിവർ ഒരുമിച്ച് വരുന്നു എന്നുള്ള രീതിയിൽ കാണാൻ പോയതാണ്. പക്ഷേ സിനിമ ആദ്യത്തെ കുറച്ച് സീക്വൻസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് മുംബൈ പോലീസിൻ്റെ റീമേക്കാണ് എന്നുള്ളത്. പക്ഷേ ടൈറ്റിലിൽ ദേവ എന്ന് പറയുന്നത് പോലെ തന്നെ സിനിമയിലും ഷാഹിദ് കപൂറിനാണ് ഫോക്കസ്. നമ്മൾ മുംബൈ പോലീസിൽ ശരിക്കും പൃഥ്വിരാജിനോ ജയസൂര്യയ്ക്കോ റഹ്മാനോ അല്ലായിരുന്നു ഫോക്കസ്, ആ പ്ലോട്ടിനായിരുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പും പിന്നെ അവരുടെ ഒരു 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 എന്താ ഒരു വാലർ, അതൊക്കെയായിരുന്നു ആ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ഹിന്ദിയിലേക്ക് വന്നപ്പോൾ ഷാഹിദ് കപൂറിൻ്റെ സെൻട്രൽ ക്യാരക്ടറിന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് ആ പ്ലോട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് മൊത്തത്തിൽ കഥ മാറ്റി എഴുതിയെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ആ കഥയുടെ ഒരു ആംഗിൾ ഒന്ന് തിരിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ ചിലപ്പോൾ പൃഥ്വിരാജിന് ഒന്നോ രണ്ടോ സീക്വൻസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിലേക്ക് ഫോക്കസ് ചെയ്യുന്ന എല്ലാ സിനിമ മൂവി ചെയ്യുന്നത് ഒരു മൾട്ടി ആക്ടർ മൂവി എന്നുള്ള നിലയ്ക്കായിരുന്നു. പക്ഷേ ഹിന്ദിയിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് എ ഔട്ട് ആൻഡ് ഔട്ട് ഷാഹിദ് കപൂർ മൂവി. ആ രീതിയിൽ ആ സിനിമയിൽ ഷാഹിദ് കപൂറിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയാലും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ പ്രസൻറ്റേഷൻ ആയാലും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സിനിമയിൽ നമ്മൾ ഓഡിയൻസ് പെർസ്പെക്റ്റീവ്, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, ഇതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് ലെവൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓക്കേഷ് മൂവിയായിരുന്നു. കാര്യം ഞാൻ മുംബൈ പോലീസിൻ്റെ റീമേക്കാണ് എന്നുള്ളതിനുപരി റോഷൻ ആൻഡ്രൂസ് എന്ന് പറയുന്ന ഡയറക്ടറിൽ നിന്നും പ്രതീക്ഷിച്ചത് കുറച്ചും കൂടെ ഒരു എക്സെപ്ഷണൽ സാധനമായിരുന്നു. കാര്യം ഇത് എനിക്ക് തോന്നിയത് മുംബൈ പോലീസിൻ്റെ സ്ക്രിപ്റ്റ് കണ്ടു ഇഷ്ടപ്പെട്ടു. ഓക്കെ, എന്നിട്ട് ഷാഹിദ് കപൂർ പറയുകയാണ് ഇതിൽ എന്നെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കുറേ സീനുകൾ എഴുതണം, അങ്ങനത്തെ സീനുകൾ നമുക്ക് കൂടുതൽ വേണം, എന്നാൽ മാത്രമേ ഓഡിയൻസിന് ഇതിനെ വർക്കാവുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞതിന് ശേഷം സ്ക്രിപ്റ്റ് മാറ്റി എഴുതി ഷൂട്ട് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ആവണമെന്നില്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്തു. കാര്യം ഇതിനൊരു കോപ്പ് സ്റ്റോറി ആയിരുന്നു മലയാളത്തിൽ മുംബൈ പോലീസ്. പക്ഷേ ഹിന്ദിയിൽ വരുമ്പോൾ ഷാഹിദ് കപൂറിൻ്റെ ഷാഹിദ് കപൂർ ബട്ടൺസൊക്കെ തുറന്നിട്ടിട്ട് പിന്നെ വലിയ ഓഫീസർമാരുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു ആംഗിളിൽ പടം പോയി. പിന്നെ അതിനകത്തൊരു റൊമാൻറ്റിക് സ്റ്റോറി, അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമാണ്. നമ്മുടെ മലയാളത്തിലുണ്ടായിരുന്ന സ്റ്റോറി അതുപോലെ തന്നെ എടുത്തിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയാണ്. അതുപോലെ തന്നെ റഹ്മാനും ജയസൂര്യയും പ്ലേ ചെയ്ത ക്യാരക്ടേഴ്സ് ഹിന്ദിയിൽ പ്ലേ ചെയ്ത ആക്ടേഴ്സിന് അത്രയ്ക്ക് അങ്ങോട്ട് കൺവിൻസിങ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുകൂടെ എനിക്ക് തോന്നി. പാട്ട് കൊള്ളാം, ജേക്സ് ബിജോയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഗംഭീരമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ആ ഒരു ക്യാരക്ടറിൻ്റെ വെയിറ്റ് കൊടുക്കുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ഒന്ന് രണ്ട് പാട്ടൊക്കെ ഉണ്ട്, പാട്ടും നല്ല നല്ല സോങ്സൊക്കെയാണ്. ഒന്ന് രണ്ടില്ല, ഒരു പാട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഒരു ഇൻട്രോ സോങ്, അത് നമുക്ക് ഒരു ഡാൻസ് സോങ്ങാണ്, കേട്ടുകൊണ്ടിരിക്കാം. ശ്രീകർ പ്രസാദാണ് ഇതിൻ്റെ എഡിറ്റിങ്. ആ ഒരു ക്വാളിറ്റി പടത്തിൽ എൻ്റെ ത്രൂ ഔട്ട് നമുക്ക് കാണാനുണ്ട്. പല സ്ഥലങ്ങളിലും ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്രെയിം ടു ഫ്രെയിം ചേഞ്ച്, അതിലെല്ലാം ഒരു ശ്രീകർ പ്രസാദ് സിഗ്നേച്ചർ ഈ സീനുകളിലെല്ലാം തന്നെ ഈ മൂവിയിലുടനീളം തന്നെ ഉണ്ട്. അപ്പോൾ ആ രണ്ട് മേഖലയും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. റോഷൻ ആൻഡ്രൂസിൽ നിന്നും ഇതിലും കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ആസ് എൻ ഓഡിയൻ. കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര കാലിബറുള്ള ഒരു പിന്നെ ഡയറക്ടറാണ്. അദ്ദേഹത്തിന് മുംബൈ പോലീസ് എന്നുള്ള സ്ക്രിപ്റ്റ് ഹിന്ദിയിൽ എടുത്തിരുന്നുവെങ്കിലും അതുപോലെ എടുത്തിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു തോന്നി. ഇത് ക്ലൈമാക്സ് പോലും വീണ്ടും ഷാഹിദ് കപൂറിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾ കാണണമോ എന്ന് റെക്കമെൻഡേഷൻ സൈഡിലോട്ട് വരുവാണോ? ഓക്കെ, ആർ യു റെക്കമെൻഡിങ് ദിസ് മൂവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാതിരിക്കുന്നതിനോട് അത്ര ഒരു മോശം സിനിമയൊന്നുമല്ല. പക്ഷേ ഒരു ഭയങ്കരമായ സിനിമയൊന്നും പ്രതീക്ഷിച്ച് നമ്മൾ പോകേണ്ട കാര്യമില്ല. ഷാഹിദ് കപൂറിൻ്റെ പെർഫോമൻസ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ല രീതിയിൽ പുള്ളി ആ ക്യാരക്ടർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു വൈൽഡ് നേച്ചറൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ ഒരു ഓറ ആ ക്യാരക്ടറിന് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ആ സിനിമയിൽ വേറെ പറയത്തക്ക പിന്നെ വെയിറ്റ് ഹോൾഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജയസൂര്യ റഹ്മാൻ ക്യാരക്ടേഴ്സൊന്നും അത്ര ഗംഭീരം ക്യാരക്ടർ ആർക്കായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഒരുപാട് ഫോക്കസ് ഈ ഷാഹിദ് കപൂറിലേക്ക് പോകുന്ന പോലെ തോന്നി. ഒരു ബാലൻസിങ് ആക്ട് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു തന്നെ. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ
കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും.